നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഗണിത കൗതുകം എന്നാണ് ഈ റൗണ്ടിന് നൽകിയിട്ടുള്ള പേര്. 4 ചോദ്യങ്ങളാണുള്ളത്. ഗണിതക്രിയ വളരെ രസകരമായി ആക്ടിവിറ്റികളിലൂടെ നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ റൗണ്ട് നൽകിയിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള എന്നാൽ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങളാണ്. എല്ലാ കൂട്ടുകാരും തയ്യാറായല്ലോ? ആദ്യ ചോദ്യം, നിങ്ങളുടെ മുന്നിലുള്ള ആ ബോർഡിൽ 10 ടോക്കണുകൾ ത്രികോണാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. ഇതിൽ നിന്ന് 3 ടോക്കണുകൾ മാത്രം എടുത്ത് സ്ഥാനം മാറ്റി ആ ത്രികോണത്തെ നേരെ തിരിച്ച് മോണിറ്ററിൽ കാണുന്നത് പോലെ കലകുത്തനെ ഉള്ള രൂപത്തിലേക്ക് മാറ്റണം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് 3 ടോക്കണുകൾ മാത്രമേ എടുത്ത് മാറ്റാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആലോചിച്ച് നിങ്ങളത് ക്രമീകരിക്കണം. ആലോചിച്ച് ചെയ്യണം. നിങ്ങൾക്ക് മോണിറ്ററിൽ കാണാം ചരിത്രം. ഈ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത് ടീം എ തൃശൂർ, ടീം ബി കോട്ടയം, ടീം ബി ഇടുക്കി ആൻഡ് ബി കണ്ണൂർ. അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ ശ്രദ്ധിക്കുക. അവിടെ ഒരു ഗണിതക്രിയ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ബോർഡിൽ ആ ഗണിതക്രിയ അതേ രൂപത്തിൽ ക്രമീകരിക്കുക. അതിനുശേഷം ഒരു കോൽ മാത്രം മാറ്റിവെച്ച് അനുയോജ്യമായ രീതിയിൽ ആ ഉത്തരം ശരിയാക്കണം. ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് തെറ്റായ ഒരു രൂപത്തിലാണ്. റോമൻ ലെറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അക്കങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോൽ മാത്രം മാറ്റിവെച്ച് നിങ്ങൾക്കത് ശരിയായ ഉത്തരമാക്കി മാറ്റാം. സമയം കഴിഞ്ഞു. എന്റെ ശരി ഉത്തരം ശരിയാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് മോണിറ്ററിൽ കാണാം. ചരിത്രം ശരിയാക്കിയിട്ടുള്ളത് ടീം ജി, ടീം എഫ്, ടീം ഇ ആൻഡ് ടീം സി. 3 7കൾ ഉപയോഗിച്ച് ഗണിത ചിഹ്നങ്ങളുടെ സഹായത്താൽ 20 ഉണ്ടാക്കാമോ എന്നാണ് ചോദ്യം. വ്യത്യസ്തമായ ഗണിത ചിഹ്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മോണിറ്ററിൽ അതിന്റെ ഉത്തരം കാണാം. 7 + 7 ഡിവൈഡ് ബൈ 0.7. 7 + 7 ഭാഗിക്കണം 0.7. ഉത്തരം 20. ഒരു ടീമും നിർഭാഗ്യവശാൽ ശരിയാക്കിയിട്ടില്ല. നാലാമത്തെ ചോദ്യവും ശ്രദ്ധാപൂർവം ചെയ്യണം. നിങ്ങൾക്ക് സ്കോർ നേടാൻ കഴിയുന്ന ചോദ്യമാണ്. മോണിറ്റർ ശ്രദ്ധിക്കുക. ആ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നാണ്. എത്ര ത്രികോണങ്ങളുണ്ട് നിങ്ങളുടെ റൈറ്റിംഗ് പാഡിൽ വരച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ എണ്ണമെടുക്കാം. എത്ര ത്രികോണങ്ങളാണ് ആ ചിത്രത്തിലുള്ളത്? ശ്രദ്ധിക്കണം, സ്കോർ നഷ്ടപ്പെടുത്തരുത്.
ഇതിന്റെ ഉത്തരം 20 ആരൊക്കെയാണ് ശരിയാക്കിയിട്ടുള്ളത്? ടീം ജി കണ്ണൂരും ടീം സി കോഴിക്കോടും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. നമ്മുടെ മത്സരം ആവേശകരമായി മുന്നോട്ട് നീങ്ങുകയാണ്. 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഉള്ള സ്കോർ നില നമുക്ക് പരിശോധിക്കാം. തൃശൂർ ജില്ല 30 സ്കോറാണുള്ളത്. കോട്ടയം ജില്ല 40, കോഴിക്കോട് 50, ഇടുക്കി 20, എറണാകുളം 40, പാലക്കാട് 20, കണ്ണൂർ ജില്ലയാണ് ഇപ്പോഴും മുന്നിൽ 70 ആണ് അവിടെ. ഓക്കെ, ഇനിയുള്ള റൗണ്ടുകളിൽ കൂടുതൽ സ്കോർ നേടാനുള്ള ശ്രമം നടത്തുക. അടുത്ത റൗണ്ടിലേക്ക് അടുത്ത റൗണ്ട് സാക്ഷ്യമാണ്. നിങ്ങളുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു റൗണ്ടാണിത്. ഞാൻ ചില പ്രസ്താവനകളിലൂടെ കടന്നു പോകും. ആ പ്രസ്താവനയിലൂടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബസറമർത്തുക. ബസറമർത്തിയാൽ നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ 10 സ്കോർ, ഉത്തരം തെറ്റാണെങ്കിൽ ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് അവസരമുണ്ടാവില്ല. അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആരംഭിക്കാം. എല്ലാവരും സശ്രദ്ധം കേട്ടിരിക്കണം. ഒന്നാമത്തെ ചോദ്യം. 1896 നവംബർ 12 ബോംബെയിൽ ജനിച്ച ഇദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാതെ തന്നെ ഉയരങ്ങൾ താണ്ടിയ ശാസ്ത്രജ്ഞനാണ്. എറണാകുളം സ്വാമിനാഥൻ. ഉത്തരം തെറ്റിപ്പോയി. വീണ്ടും പ്രസ്താവന ശ്രദ്ധിക്കുക. കാട്ടിലും മേട്ടിലും ഭാര്യ തഹ്മിനിയോടൊപ്പം ഇദ്ദേഹം ചുറ്റി നടന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹീദ്ദീൻ അബ്ദുൽ അലി എന്നാണ്. ഒട്ടേറെ സർവകലാശാലകൾ ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റുകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. 1976 ഭാരത സർക്കാർ അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 1982 ഓർണിത്തോളജിയിൽ ദേശീയ പ്രൊഫസറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ജില്ലയാണ് ബസറമർത്തിയിരിക്കുന്നത്. എന്താണ് ഉത്തരം? സാലിം അലി. ശരിയായ ഉത്തരം ഡോക്ടർ സാലിം അലി, കോഴിക്കോട് ജില്ലയ്ക്ക്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും നിരപ്പായ രാജ്യമാണ് പ്ലെയിൻ. മഹാസമുദ്രത്തിലെ മുത്തുമാല എന്ന് സഞ്ചാരികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നു. ആകെ ഭൂവിസ്തീർണം ആലപ്പുഴ ജില്ലയുടെ 1/5 മാത്രമാണ്. കണ്ണൂർ ജില്ല വത്തിക്കാൻ അല്ല. കണ്ണൂർ ജില്ലയുടെ അവസരം നഷ്ടമാവുകയാണ്. ഇനി മറ്റ് ജില്ലകൾക്ക് മാത്രമേ ബസറമർത്താൻ അവസരമുണ്ടാവുകയുള്ളൂ. ഔദ്യോഗിക ഭാഷ ദിവേഹി. നാണയം റൂപ്പിയ. എന്താണ് ശരിയായ ഉത്തരം? പാലക്കാട്. ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു മാലി. ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക. ബഹുജന ഹിതായ. ബഹുജൻ കോഴിക്കോട് ജില്ല ബസറമർത്തിയിരിക്കുന്നു. ആകാശവാണി. ശരിയായ ഉത്തരം ആകാശവാണി. കോഴിക്കോട് ജില്ല 10 സ്കോർ നേടിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. ശരിയായ ഉത്തരം ആകാശവാണി. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്നതാണ് ആകാശവാണിയുടെ മുദ്രാവാക്യം. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഗോവയിൽ വെച്ച് ശത്രുക്കൾ ഇദ്ദേഹത്തെ വധിച്ച് ശരീരം തുണ്ടം തുണ്ടമായി കൊത്തി നുറുക്കി. എന്നിട്ടും കണ്ണൂർ കുഞ്ഞാലിമരക്കാർ. ശരിയായ ഉത്തരം. കൺഗ്രാജുലേഷൻ. കണ്ണൂരിന് 10 പോയിന്റ്. ഇതിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 51 വയസ്സുള്ള ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ 8 വനിതകൾ ഒരാളായി ന്യൂസ് വീക്ക് കണ്ടെത്തിയ ഇന്ത്യക്കാരിയാണ് ഞാൻ. ഇവിടെ എറണാകുളം ജില്ല. ഇന്ദ്രാനൂയി. ഉത്തരം ശരിയായിട്ടില്ല. കോഴിക്കോട് കിരൺ ബേദി. ഉത്തരം ശരിയായിട്ടില്ല. സോണിയാഗാന്ധി.
സോണിയാഗാന്ധി ഉത്തരം ശരിയായിട്ടില്ല. അപ്പൊ 3 ടീമുകളുടെ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി മറ്റു ടീമുകൾക്കാണ് അവസരമുള്ളത്. ദളിത് നേതാവാണ്. ചെറുകിട വ്യാപാര രംഗത്തെ കുത്തകകളുടെ കടന്നുവരവിനെതിരെ ആദ്യമായി ഉത്തരവിറക്കിയ ഭരണാധികാരിയാണ്. ബഹുജൻ സമാജ് പാർട്ടി നേതാവാണ്. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് മായാവതി ആണ്. കണ്ണൂർ ജില്ലയ്ക്ക് 10 പോയിന്റ്. ഈ റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ സ്കോർ നില പരിശോധിക്കാം. 3 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് 90 പോയിന്റുകളുമായി കണ്ണൂർ ജില്ലയാണ്. കൺഗ്രാജുലേഷൻ. 2ാം സ്ഥാനത്തേക്ക് 70 പോയിന്റുമായി കോഴിക്കോട് ജില്ല, 40 പോയിന്റുകളുമായി കോട്ടയവും എറണാകുളവും 3ാം സ്ഥാനത്തുണ്ട്. തൊട്ടുപിറകെ തന്നെ 30 പോയിന്റുമായി തൃശൂർ, 30 പോയിന്റുകളുമായി പാലക്കാട്, 20 പോയിന്റുമായി ഇടുക്കി.